ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, തൈലാഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. തൈലം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് ദൈവം മോശയോട് അരുളി ചെയ്യുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മളത് കാണുക. അവിടുന്ന് പറയുന്നത് 5 കൂട്ടുകൾ വേണം, അല്ലെങ്കിൽ 5 വസ്തുക്കൾ വേണം. ഒന്ന്, 500 ഷെക്കൽ സുഗന്ധ മീറ അല്ലെങ്കിൽ ശുദ്ധമായ മീറ. രണ്ടാമത് പറയുന്നത് 500 ഷെക്കൽ അമരിപ്പട്ട. മൂന്നാമതായി പറയുന്നത് 250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ട. നാലാമത് പറയുന്നത് 250 ഷെക്കൽ സുഗന്ധ സസ്യങ്ങൾ. അഞ്ചാമതായി പറയുന്നത് 1 ഹിൻ ഒലിവെണ്ണ. ഇവയെല്ലാം ചേർത്ത് ഒരു സുഗന്ധ കൂട്ടുകാരൻ ഉണ്ടാക്കുന്ന പോലെ ഇവയെല്ലാം ചേർത്ത് നല്ല ഒരു തൈലം ഉണ്ടാക്കുക. എന്നിട്ട് നീ ഇത് സമാഗമ കൂടാരത്തെയും സാക്ഷ്യപേടകത്തിലെയും നീ ഒഴിച്ച് അതിനെ വിശുദ്ധീകരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചില വസ്തുക്കളുടെ മേൽ, മേശയുടെ മേൽ, തൂണിൻ്റെ മേൽ, പാത്രങ്ങളുടെ മേലെല്ലാം നീ അവ ഒഴിച്ച് അവയെ വിശുദ്ധീകരിക്കണം. ഈ പാത്രം അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ആരെല്ലാം തൊടുന്നുവോ, ഏതൊക്കെ വസ്തുക്കൾ അവയെ തൊടുന്നുവോ അവയെല്ലാം വിശുദ്ധീകരിക്കപ്പെടും. ഇത് മറ്റൊരാൾ ഇത് ഉണ്ടാക്കാൻ പാടില്ല. ഈ കൂട്ട് മറ്റൊരാൾ ഉണ്ടാക്കിയാൽ അവൻ വിച്ഛേദിക്കപ്പെടണം. നീ ഇസ്രായേലിൻ്റെ തലമുറകളോട് പറയണം, ഇത് ദൈവത്തിൻ്റെ അഭിഷേക തൈലമാണ്, ഇത് എനിക്കുള്ളതാണ്. നീ ഇസ്രായേൽ ജനത്തോട് ഇത് പറയണമെന്ന് മോശയോട് പറയുന്നുണ്ട്. തലമുറകളോളം ഇത് ഇങ്ങനെയുള്ള തൈലം ദൈവത്തിൻ്റെ തൈലമാണെന്ന് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു, ചില വ്യക്തികൾ വിശേഷ ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ തൈലം പൂശുന്നത് ഈ അഭിഷേക തൈലമല്ല, അത് ഒരു സുഗന്ധ തൈലം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈലം കർത്താവിൻ്റെ തൈലമാണ്. കർത്താവ് അഭിഷേകം ചെയ്യാൻ വേണ്ടി മാത്രം, മറ്റുള്ളവരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തൈലമാണ്. ഇത് മറ്റാരും ഉണ്ടാക്കരുത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഈ തൈലാഭിഷേകം എല്ലാം നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോൾ അതിനെല്ലാം പൂർത്തീകരണമായി കാണുന്നത് ഈശോ മിശിഹായിലാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സാധാരണ തൈലം പൂശുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുള്ളൂ. അത് യഹൂദരുടെ നിയമം അനുസരിച്ച് ചെയ്യേണ്ട ചില കാര്യമായിട്ട് ഈശോ സൂചിപ്പിക്കുന്നതാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. 6-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രകാരം പറയുന്നുണ്ട്, നീ ഉപവസിക്കുന്നത് അദൃശ്യനായ നിന്റെ പിതാവല്ലാതെ മറ്റാരും അറിയാതിരിക്കേണ്ടതിന് നിന്റെ ശിരസിൽ നീ തൈലം പൂശണം, നീ മുഖം കഴുകണം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, പഴയ നിയമകാലത്തിലെ തൈലം ഉണ്ടാക്കുന്നതും തൈലം ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ ശ്രവിച്ചു. വരും ദിവസങ്ങളിൽ പുതിയ നിയമത്തിലൂടെ തൈലാഭിഷേകം പൂർത്തീകരിക്കുന്നത് ആരിലൂടെയാണെന്നും നമ്മൾ വ്യക്തമായി കാണാൻ പോകുകയാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ: ഉപവസിക്കണം, ഉപവസിക്കുമ്പോൾ നിന്റെ ശിരസിൽ തൈലം പൂശണം, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഇന്ന് ഉയരട്ടെ, നമ്മുടെ കരവും ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ, എൻ്റെ ഹൃദയം ഉയരട്ടെ. ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുവാൻ ഈ സമയം ഞങ്ങൾക്കായി ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് വ്യാപരിക്കാവുന്ന സമയമാണ്.
നാളെ നിന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് നിന്റെ വചനം കേൾക്കുവാൻ എന്നെ അനുവദിച്ചതിന് കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ നിന്റെ അനുഗ്രഹ സമർത്ഥമായി ഇന്ന് ഒഴുക്കണമേ. ഞങ്ങളിലേക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സഹത്തിലേക്കും ഞങ്ങളുടെ തലമുറകളിലേക്കും ഞങ്ങളുടെ മാതാപിതാക്കളിലേക്കും ജീവിത പങ്കാളികളിലേക്കും എല്ലാം നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കവിധം വലിയ ശക്തി ഞങ്ങളുടെ മേൽ നീ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശനി അനേകരെ അഭിഷേകം ചെയ്തു. പ്രവാചകന്മാരിലേക്ക് അങ്ങയുടെ ആത്മാവ് അവരുടെ മേലുണ്ടായിരുന്നു. താവേ, ലൂക്കായുടെ സുവിശേഷത്തിൽ നീ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.